വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഭീഷണിയുമായി ഹമാസ്. സൈനിക നടപടിയുമായി മുന്നോട്ടു പോയാൽ ഇസ്രായേൽ ബന്ദികൾ ശവപ്പെട്ടികളിൽ ഇസ്രായേലിലേക്ക് മടങ്ങുമെന്നാണ് ഹമാസ് ഭീകര സംഘടന മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ ബന്ദികളെ ആക്രമണത്തിലൂടെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ അവരെ കൊലപ്പെടുത്തുമെന്നാണ് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിലെ കൂടുതൽ ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്നും ബന്ദികളെ തൊട്ടാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ മധ്യ ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്ത 2 റോക്കറ്റുകൾ വിജയകരമായി തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു. റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. ഗാസ മുനമ്പിൽ നിന്ന് റോക്കറ്റ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരനെ പിടികൂടിയതായി IDF അറിയിച്ചു. അതേസമയം ഗാസയിൽ ഹമാസിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് പിൻവാങ്ങണമെന്നുമാണ് ആവശ്യം. ഹമാസ് ഔട്ട് മുദ്രാവാക്യവുമായാണ് പ്രതിഷേധക്കാർ ഹമാസിനെതിരെ തെരുവിലിറങ്ങിയത്. ഹമാസ് അനുകൂലികൾ ഭീകരരാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു.